തട്ടിപ്പ് കേസിൽ 12 ഇടങ്ങളിൽ ഇ ഡി റെയ്ഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. നവമി, വിശദാംശങ്ങൾ ലഭ്യമായോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലാലി വിൻസെന്റിന്റെ വീടിന്റെ മുന്നിലാണ് നവമി ഉള്ളത് എന്നാണ്. ഇ ഡി സംഘം അകത്തുണ്ടോ? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിന് മുന്നിലാണ്. മറൈൻ ഡ്രൈവിലുള്ള വസന്ത വിഹാർ ഫ്ളാറ്റിലെ 108 നമ്പർ മുറി. ഈ ഫ്ളാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇ ഡി സംഘം ഉണ്ട്. അവർ അകത്താണ്. ഇപ്പോൾ ഡോറ് അടച്ചിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഉള്ളിൽ കയറി അവർ പരിശോധന നടത്തുകയാണ്. പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത്, അതായത് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനിൽ നിന്നും ചില വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒക്കെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇതിലൊരു കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇ ഡിയും എത്തി നിൽക്കുകയും ഇ ഡി തന്നെ ഇത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. ഇതിൽ ലാലി വിൻസെന്റിന്റെ പങ്ക്, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടായിരുന്നു ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ നിന്നും 45 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് ലാലി വിൻസെന്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇ ഡി അന്വേഷിക്കുന്നത് ഈ തുക, ഈ പറയുന്ന 45 ലക്ഷം രൂപ തന്നെയാണോ ലഭിച്ചിരിക്കുന്നത്, മറ്റ് കൂടുതൽ തുക ലഭിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രേഖകളാണ് ഇവിടെ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസും അഭിഭാഷക ഓഫീസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഫ്ളാറ്റിലെത്തി പ്രധാനമായും ആ രേഖകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇ ഡി സംഘം. ഈ അനന്തകൃഷ്ണൻ, ലാലി വിൻസെന്റ് ഇവിടെയുണ്ട്. ലാലി വിൻസെന്റിനും അകത്തുണ്ട്. ലാലി വിൻസെന്റിന് വീട്ടിന്റെ ഉള്ളിലുണ്ട്. ലാലി വിൻസെന്റിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെ, അല്ലെങ്കിൽ അവരോട് കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും ഇ ഡി കണ്ടെത്തുന്നത്. ഈ അനന്തകൃഷ്ണനുമായി ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടാണ് ലാലി വിൻസെന്റ് ഉള്ളത്? ഈ പറയുന്ന തുക മാത്രമാണോ, അതായത് ഈ ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രം എടുത്ത തുക തന്നെയാണോ, അത് തന്നെയാണോ അനന്തകൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്? അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തി കൈപ്പറ്റിയ തുക, അതിൽ ഏതെങ്കിലും ലാലി വിൻസെന്റ് നൽകിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് പങ്കുണ്ടോ? ഇതിലേതെങ്കിലും കള്ളപ്പണ ഇടപാടുകളുണ്ടോ? അങ്ങനെ കാര്യങ്ങളാണ് പ്രധാനമായും ഇ ഡി കണ്ടെത്തുന്നത്. ഇവിടെ വെച്ച് ഈ വീട്ടിനുള്ളിൽ നിന്ന് മറ്റ് രേഖകൾ, ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട്. ലാലി വിൻസെന്റിന്റെ കയ്യിൽ നിന്നും അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങിയ തുകകളെല്ലാം അത് കൃത്യമായി തന്നെ അതിന്റെ രേഖകളുണ്ടോ, ബാങ്ക് അക്കൗണ്ട് റെസിപ്റ്റുകൾ അടക്കം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളടക്കം പരിശോധിക്കുവാനാണ് ഇ ഡി സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇ ഡി സംഘം ഇവിടേക്ക് എത്തുകയും ലാലി വിൻസെന്റിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിലാണ് ലാലി വിൻസെന്റ് ഉള്ളത്. ഇതിന്റെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായിരുന്നു അശോക അപ്പാർട്ട്മെന്റ്. അവിടെയാണ് ലാലി വിൻസെന്റ് തന്നെ പരിചയപ്പെടുത്തിയ അനന്തകൃഷ്ണൻ അവിടെ വന്ന് താമസിക്കുകയും പിന്നീട് അവിടെ നിന്നാണ് ഈ അനന്തകൃഷ്ണന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും അവിടെ എത്തി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ആ 12 ഇടങ്ങളിലാണല്ലോ, 12 ഇടങ്ങളിൽ റെയ്ഡുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിലൊന്നാണ് ഈ ലാലി വിൻസെന്റിന്റെ വീട്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് ആനന്ദകുമാറിന്റെ വീട്ടിലും റെയ്ഡുണ്ട്. നവമി, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ലാലി വിൻസെന്റിന്റെ വീട്, ഫ്ളാറ്റാണ്. മറ്റ് ഏതൊക്കെ മേഖലകളിലാണ്, എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത് നവമി? രഞ്ജിത്ത്, 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു റെയ്ഡ് പരിശോധന നടത്തുന്നത്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാറിന്റെ അടക്കം വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ഇ ഡി പരിശോധിക്കുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, വലിയ കോടികളായിരുന്നു അനന്തകൃഷ്ണൻ ഈ ഒരു പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പാതിവിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട്
ആയിരങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ. ഇന്നലെ പോലും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പോലും കൃത്യമായി ഇതിന്റെ കണക്കുകളടക്കം പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിലൊക്കെ 21 അക്കൗണ്ടുകളിലായാണ് അനന്തകൃഷ്ണൻ ഇത്തരത്തിലുള്ള പണം തട്ടിയെടുത്തത്. കോടികളാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലായി ഉള്ളത് എന്ന കണക്കുകൾ കൂടി ക്രൈംബ്രാഞ്ച് ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇത് കൃത്യമായി തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ലാലി വിൻസൻ, നമുക്കറിയാം, മൂവാറ്റുപുഴ കോടതിയിൽ വരെ അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാകുകയും ചെയ്തിരുന്നു. ആ സമയം തന്നെ ലാലി വിൻസനെയും പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നതിനാൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണമാണെന്ന് തോന്നുന്നു. അതുമായി മറ്റൊരു ഉദ്യോഗസ്ഥരകത്തെ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. വലതുവശത്ത് കാണുന്നത് ആനന്ദകൃഷ്ണന്റെ വീട്ടിൽ, തിരുവനന്തപുരത്ത് സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് ശ്രീ ആനന്ദകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, രാവിലെ 7 മണിയോടുകൂടി ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. മറ്റു കാര്യങ്ങൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്? രജിത്ത്, രാവിലെ 7 മണിക്കാണ് ആനന്ദകുമാറിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥർ, ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയാണ്. ഇവിടെ സായിഗ്രാം കേരളയുടെ ഓഫീസിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. രണ്ടാം സംഘമാണ് ഇവിടേക്ക് എത്തിയത്. 7 മണിക്ക് ആനന്ദകുമാറിന്റെ വീട്ടിലാണ് ആദ്യം റെയ്ഡ് തുടങ്ങിയത്. ഒരുപക്ഷെ അവിടെ നിന്ന് ലഭിച്ച രേഖയുടെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഈ സായിഗ്രാമിന്റെ ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള സായിഗ്രാം കേരളയുടെ ഓഫീസിലേക്ക്, ഇവിടെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് കൂടിയുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഇവിടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റോളാണ് ആനന്ദകുമാറിനുള്ളത്. മാത്രമല്ല ആനന്ദകുമാറിന്റെ സ്ഥാപനങ്ങൾക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട റോളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിശോധന. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലുള്ളത് ആനന്ദകുമാറിന്റെ വീടിന്റെ ഉൾവശമാണ്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിന് പുറത്ത്, ഇതിന് മതിലിനോട് ചേർന്ന് തന്നെയാണ് ആനന്ദകുമാറിന്റെ സ്ഥലം തന്നെയാണ്, അദ്ദേഹത്തിന്റെ കെട്ടിടം തന്നെയാണ്. അവിടെ ഈ ഒരു എടിഎം അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കും. അതിനോട് ചേർന്ന് സായിഗ്രാം കേരളയുടെ ഒരു ഓഫീസ് ബോർഡ് തന്നെ വെച്ചിട്ട് വലിയൊരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഇതാണ്. സായിഗ്രാം കേരളയുടെ നഗരത്തിലുള്ള പ്രധാനപ്പെട്ട ഓഫീസാണിത്. അതിന് മുകളിൽ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ശാസ്തമംഗലം തിരുവനന്തപുരം എന്ന വലിയ ബോർഡ് വെച്ച് അവിടെ ഒരു കോർപ്പറേറ്റ് സഹകരണ സൊസൈറ്റി പ്രവർത്തിക്കുന്നു. ഈ സൊസൈറ്റിക്കും അതുപോലെ ഈ സ്ഥാപനങ്ങൾക്കും ഈ തട്ടിപ്പിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. ആനന്ദകുമാറാണ് ഇതിന്റെ സൂത്രധാരൻ. അനന്തകൃഷ്ണൻ ഇത് തട്ടിപ്പുമായി വരുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത്, ഈ തട്ടിപ്പിന് വിശ്വാസ്യത പകർന്നു നൽകിയത് ആനന്ദകുമാർ ആണ് എന്ന വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തിനും ഉള്ളത്. അതുകൊണ്ടാണ് അയാളെ പ്രതി ചേർത്തത്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ളയാളാണ് ആനന്ദകുമാർ. ഈ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്ന ഈ ഓഫീസിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ വളരെ വിപുലമായ ഒരു സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിപുലമായ സംഘം ഈ ഓഫീസിനുള്ളിലുണ്ട്. വീട്ടിനുള്ളിൽ മറ്റൊരു സംഘമുണ്ട്. ഈ സംഘത്തിന്റെ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇവിടുന്ന് രേഖകളൊക്കെ മാറ്റിയേക്കാം. എങ്കിൽ പോലും വളരെ നിർണായകമായ വിവരങ്ങൾ ഈ റെയ്ഡിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് തൊട്ടു പിന്നാലെ ഈ ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ ലാലി വിൻസന്റെയും അനന്തകുമാറിന്റെയും ഒക്കെ അനന്തകൃഷ്ണന്റെയും ഒക്കെ വിവിധ അവരുടെ വീടുകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെയാണ് റെയ്ഡ് നടത്തുന്നത്. രാവിലെ 7 മണിക്കാണ് ശാസ്തമംഗലത്ത് ആനന്ദകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചത്. അവിടെ നിന്ന് ലഭിച്ച രേഖകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇപ്പോൾ ഈ സായിഗ്രാമിന്റെ ഓഫീസിലും അതുപോലെ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിലുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനന്തകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് വിധിയുണ്ടാകാം, തീരുമാനമുണ്ടാകാം. ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണോ ആദ്യം ഇയാളെ കസ്റ്റഡി എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘമാണോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അനന്തകുമാറിന് കുരുക്ക് മുറുകുകയാണ്. അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞത് ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അനന്തകൃഷ്ണന്റെ ഇടപാടിൽ നിന്ന് പിന്മാറി, എല്ലാ തരത്തിലുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറി എന്ന ഒരു മൊഴിയാണ് ആദ്യഘട്ടത്തിൽ
ആനന്ദകുമാർ നൽകിയത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ പങ്ക് ആനന്ദകുമാറിനുണ്ട്, കൃത്യമായ സൂത്രധാരൻ അയാളാണ് എന്ന ഒരു വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ പോലീസും പിന്നീട് പങ്കുവച്ചത്. ഈ തട്ടിപ്പിന്റെ എല്ലാ വഴികളും അറിയാമായിരുന്നു. ഈ കോൺഫെഡറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചാൽ മാത്രം ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന കാര്യമല്ല ഇയാൾക്ക് ഇതിലുള്ള പങ്ക് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശാസ്തമംഗലത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയിരിക്കും. നമുക്കറിയാം, പതിറ്റാണ്ടുകളുടെ തലസ്ഥാനത്ത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു ആനന്ദകുമാറിന്റേത്. പക്ഷേ ഇത്തരമൊരു തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, അതിൽ ഈ ലാഭവിഹിതമോ അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ച പണമോ ഇയാളുടെ അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുണ്ടെന്നതിന് തെളിവ് അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു പരിശോധന ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്.